ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് സാറിന് ഈ സെഷൻ ലീഡ് ചെയ്യുവാനായിട്ട് സ്വാഗതം ചെയ്യണം. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന മാർത്തോമാ യുവജന സഖ്യത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുന്ന വിമലച്ചൻ, ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ബൈജു അച്ഛൻ, വൈസ് പ്രസിഡന്റ് ലിജോ, ട്രഷറർ അനു ഉൾപ്പെടെ, മിഥുനച്ചൻ ഉൾപ്പെടെ മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ഭാരവാഹികളെ, ജനറൽ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വാഗതം ചെയ്തപ്പോൾ പ്രമിനച്ചൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷമുണ്ട്. എന്നാൽ അതിലും കൂടുതൽ ഞാനായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയേണ്ടി വരും. പന്തളം സെന്ററിലെ ഐരാണിക്കുടി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു യുവജന സഖ്യമുണ്ട് പള്ളിയിൽ. ആ യുവജന സഖ്യത്തിന്റെ ശാഖാ സഖ്യാംഗമായി, അതിന്റെ സെക്രട്ടറിയായി, ആ സെന്ററിന്റെ സെക്രട്ടറിയായി, അടൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ട്രഷററായി, ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി വരികയും റിപ്പിൾസിന്റെ ചീഫ് എഡിറ്ററൊക്കെ ആയിട്ട് മാർത്തോമാ യുവജന സഖ്യത്തില് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന പൊതുമണ്ഡലത്തിലെല്ലാം തന്നെ സജീവമാകാൻ കഴിയുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഓർക്കുന്നു. ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് മാർത്തോമാ യുവജന സഖ്യത്തിന്റെ വേദിയിലാണ്. അങ്ങനെ പ്രസംഗം പഠിക്കുന്നത് മാർത്തോമാ യുവജന സഖ്യത്തിന്റെ വേദിയിലാണ്. ചുമതലകൾ ഏറ്റെടുക്കുന്നത് മാർത്തോമാ യുവജന സഖ്യത്തിന്റെ വേദിയിലാണ്. നോമിനേഷൻ പൂരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതും മാർത്തോമാ യുവജന സഖ്യത്തിന്റെ വേദിയിലാണ്. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാൻ കഴിഞ്ഞത് കൊണ്ടാണ് സഭയുടെ ട്രസ്റ്റിയായും, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള എക്യുമെനിക്കൽ മേഖലകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. വ്യത്യസ്തമായ സഭകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഫോറംസ് ആണ്. ഇവിടെയെല്ലാം സന്തോഷത്തോടെ പോകാൻ കഴിയുന്നത് യുവജന സഖ്യത്തിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. യുവജന സഖ്യം ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലയളവ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് KCC ജനറൽ സെക്രട്ടറി, CCI സെക്രട്ടറി എന്നൊന്നും പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ടെൻഷനുള്ള പോസ്റ്റല്ല. കാരണം 30 രൂപ പിരിച്ച് ഭദ്രാസന കൺവെൻഷനും ക്യാമ്പും ഒക്കെ നടത്തി ശീലിച്ച് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സിസ്റ്റംസ് ഒന്നും ഓടിക്കാൻ വലിയ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പള്ളിയിൽ പോയാലും, അത് കേരളത്തിനകത്തായാലും കൊള്ളാം, ഇന്ത്യക്ക് പുറത്തായാലും കൊള്ളാം, കേരളത്തിന് പുറത്തായാലും കൊള്ളാം, അവിടെ യുവജന സഖ്യം മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കും. അത്രമാത്രം മാർത്തോമാ യുവജന സഖ്യത്തോടെ എന്റെ ഈ ജീവിതം കടപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ഡേയുടെ എല്ലാ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ നേരുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അക്കാഡമിക് സെഷൻ എന്നതിനേക്കാൾ ഇതിനകത്ത് ലോയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടയ്ക്ക് ഞാൻ പേരുകളൊക്കെ ഉണ്ട്, ഒരു അഡ്വക്കേറ്റ് രേഖയോ മറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. അന്നേരം ഇതൊരു അക്കാഡമിക് സെഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം അക്കാഡമിക് സെഷൻ കൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ആരും ഇപ്പോൾ ഈ വിഷയത്തിലൊന്നും അറിവില്ലാത്തവരല്ല എന്ന് എനിക്കറിയാം. അറിവിനേക്കാൾ ഉപരി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇക്കാലയളവിൽ ഞാൻ യുവജന സഖ്യത്തിൽ കാണുന്ന ഒരു നന്മ, യുവജന സഖ്യം വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി മുൻപോട്ട് പോകുന്നു എന്നതാണ് വളരെ സന്തോഷം നൽകുന്നത്. നമ്മുടെ യൂണിറ്റി സൺഡേയുമായി ബന്ധപ്പെട്ട് മല്ലപ്പള്ളി കോട്ടയം ഭാഗത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് മാർത്തോമാ യുവജന സഖ്യത്തിന് കഴിഞ്ഞ CSIയുടെ ആരാധന, അവിടെ ലിജോയും അനു ഒക്കെ ഉണ്ടായിരുന്നു. ആ നിലയിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. ഇപ്പം തന്നെ യൂണിറ്റി ഒക്ടേവുമായി ബന്ധപ്പെട്ട യുവജന സഖ്യം പ്രോഗ്രാംസ് നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച്, വിവിധ സഭകളെ കുറിച്ച്, ഇപ്പം KCC എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ മാർത്തോമാ യുവജന സഖ്യത്തിൽ കാണാം. CCI എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ യുവജന സഖ്യത്തിൽ കാണാം. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പാഠ്യപദ്ധതിയിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പഠനങ്ങളെല്ലാം നമുക്കറിയാം അത്ര സീരിയസ് ആയിട്ട് മുൻപോട്ട് പോകുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഇൻവോൾവ്മെന്റിലൂടെ KCCയുടെ ഭാഗമാണ്, CCIയുടെ ഭാഗമാണ് മാർത്തോമാ സഭയെന്നും, അതുകൊണ്ട് മാർത്തോമാ യുവജന സഖ്യം ഇതിന്റെ ഭാഗമാണെന്നും ഒക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ കഴിയും. അതൊരു ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോൾ ഈ ചർച്ചസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ശക്തമായി കൊണ്ടുപോകാൻ കഴിയുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ ബൈജു അച്ഛൻ പറഞ്ഞിരുന്നു, എല്ലാ സഭകളിലെയും യുവജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ, ക്യാമ്പുകളൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നുവെന്ന്. അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇറ്റ് ഈസ് ദ 77th റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ. അന്നേരം വാട്ട് ഈസ് എ റിപ്പബ്ലിക്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. കാരണം റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തപ്പോൾ അതിന്റെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവനാമത്തിൽ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങണം
എന്നും പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് നടന്നു. എന്റെ റിസർച്ച് ടോപ്പിക് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടാണ്. ഹ്യൂമൻ റൈറ്റ്സ് എലമെന്റ്സ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ ആണ്. അന്നേരം BR അംബേദ്കറെ കുറിച്ച് പഠിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് ആണ് കൂടുതലും നോക്കേണ്ടത്. സോ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി there was a debate about the beginning of the preamble of India. അന്നേരം അത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയണം എന്നും പറഞ്ഞ് ഒരു വലിയ ഡിസ്കഷൻ നടന്നുവെങ്കിൽ തന്നെ അറ്റ് ലാസ്റ്റ് ദേ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ഇറ്റ് ആസ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഇറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളാണ് ഇത് ഇനാക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഇവിടെ ജനങ്ങളാണ് പരമാധികാരി. മറ്റ് യാതൊരു അധികാരിയും ഇവിടെ പരമാധികാരിയായിട്ട് വരുന്നില്ല. അന്നേരം നമ്മൾ ഭരിക്കുന്ന ഒരു ഭരണമായതുകൊണ്ടാണ് ഇതിനെ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അന്നേരം 77ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 77 വർഷങ്ങളിലെ ഇന്ത്യയെ കുറിച്ച് നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ നോക്കി പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ 1947 അതേ ദിനത്തിന്റെ തന്നെ അടുത്ത ഭാഗത്ത് സ്വതന്ത്രമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാൻ ഇതിനോടകം പല തവണ പട്ടാള ഭരണത്തിലേക്ക് ഏകാധിപത്യത്തിലേക്ക് പോയി. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും എടുത്താലും ശ്രീലങ്ക ആയാലും അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയാലും മ്യാൻമാർ ആയാലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഏകാധിപത്യത്തിലേക്ക് സമഗ്രാധിപത്യത്തിലേക്കൊക്കെ പോകുമ്പോഴും വി റിമെയിൻ ആസ് എ ഡെമോക്രസി. നമ്മളൊരു ജനാധിപത്യമായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഇടയ്ക്ക് 2 വർഷം അടിയന്തരാവസ്ഥ കൊണ്ടുവന്നെങ്കിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതികരിച്ചു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത ഒരു സഭയാണ് മാർത്തോമാ സഭ. അതുകൊണ്ട് തന്നെ മാർത്തോമാ യുവജന സഖ്യാംഗങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ടു പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പൊ KCC നടത്തുന്ന വിവിധ പ്രക്ഷോഭങ്ങളിൽ നമ്മൾ പറയുന്നത് വി ആർ നോട്ട് സ്പീക്കിംഗ് ഫോർ ദ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ, വി ആർ സ്പീക്കിംഗ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഭരണഘടന സംരക്ഷിച്ചാൽ നമ്മളെല്ലാം ഉണ്ട്, നമ്മുടെ എല്ലാ റൈറ്റ്സും അതിനകത്തുണ്ട്. അന്നേരം ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ നിലനിൽക്കേണ്ടിയിരിക്കും. നമ്മുടെ ഈ ഭരണഘടന ഈ പ്ലൂറലിസ്റ്റിക് കൺട്രിയിൽ ഇത് ഇനാക്ട് ചെയ്ത സമയത്ത് സർവൈവൽ ഓഫ് ദ മൈനോറിറ്റി അത് ഒരു വലിയ ഡിബേറ്റ് ആയിരുന്നു. അന്നേരം മൈനോറിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട ക്ലോസസ് വന്നപ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. മൈനോറിറ്റി റൈറ്റ്സ് ആർ അബ്സല്യൂട്ട് റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ അതുണ്ട്. മൈനോറിറ്റി റൈറ്റ്സ് അബ്സല്യൂട്ട് റൈറ്റ്സ് ആണെന്ന് പറയാൻ കാരണം ബാക്കിയുള്ള ഹിൻഡ്രൻസസ് ഒന്നും കൊണ്ടുവന്ന് ഇത് കട്ട് ഷോട്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വെൻ ദ റിലീജിയസ് മെജോറിറ്റി ബിക്കംസ് ദ പൊളിറ്റിക്കൽ മെജോറിറ്റി മൈനോറിറ്റി റൈറ്റ്സ് മേ ബി curtailed. സോ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് റിലീജിയസ് മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റി ആകും. ഇപ്പൊ നമുക്കറിയാം ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മൈനോറിറ്റി റൈറ്റ്സ് ചലഞ്ച് ചെയ്യപ്പെടാം. അതുണ്ടാകാതിരിക്കാൻ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി പോകണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിരുന്നു. ഇന്ത്യ എക്കാലത്തും ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് കാരണം ഇന്ത്യയിലേക്ക് വന്ന മതങ്ങളെല്ലാം തന്നെ, അത് ആര്യൻസിന്റെ വരവായാലും കൊള്ളാം, അല്ലെങ്കിൽ അതിനുശേഷം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വന്നവർ, അതിൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ ഈ രാജ്യത്ത് വന്നവരെ എല്ലാം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാമഹന്മാർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മുൻപുണ്ടായിരുന്നത്. സോ സെക്കുലറിസം ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗം, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം. ഈ വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്നവർ അതിനെ തെറ്റായി ഇക്കാലയളവിൽ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അത് അവരുടെ കുഴപ്പം മാത്രം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മഹത്തരമായ സംസ്കാരം, എല്ലാം ഒന്നിന്റെ ഭാഗമായി മാറുന്നതാണ് വസുദൈവ കുടുംബകം. അത് മഹത്വം ബൃഹത്വമായ ഒരു വിശ്വപൗര സങ്കല്പം. ആ സങ്കല്പം എന്ന് പറയുന്നത് റിയലി ഇറ്റ് ഈസ് സെക്കുലർ, അത് സെക്കുലർ ആണ്. അന്നേരം നമ്മുടെ രാജ്യം ഇൻഡിപെൻഡന്റ് ആയി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നടന്നു. ഈ ഡിബേറ്റ്സ് നടക്കുന്ന കാലയളവിന് ഒരു പ്രത്യേകതയുണ്ട്. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രമാകും. നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ UDHR എന്ന് പറയുന്നത് നമുക്കറിയാം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് 1948 അത് ഇനാക്ട് ചെയ്യപ്പെടുന്നത്, അത് അംഗീകരിക്കപ്പെടുന്നത്.
അത് അംഗീകരിക്കുമ്പോൾ, അന്നേരം 1948 ഡിസംബർ ആകുമ്പോഴത്തേക്ക് അത് അംഗീകരിക്കുന്നു. അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്ന സമയത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡിസ്കഷൻസ് നടക്കുന്നത്. ഇത് പാരലായിട്ടാണ് പോകുന്നത്. അന്നേരം UDHR-ൽ കൊണ്ടുവന്നിരിക്കുന്ന ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്. അത്ര വിശാലമായിട്ടാണ് അടിസ്ഥാന അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇന്ന് നമ്മുടെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 25-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് മതപരമായ പല നിയന്ത്രണങ്ങളും മതപരമായ പല ഇടപെടലുകളും ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമായതിനാലാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ വെസ്റ്റേൺ സെക്യുലറിസം. ഈ വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂഷൻ ഓഫ് റിലീജിയൻ, മതത്തെ മാറ്റി നിർത്തുകയാണ്. എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ എക്സ്ക്ലൂഷൻ ഓഫ് റിലീജിയൻ. ഇവിടെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഹാസ് നോ പർട്ടിക്കുലർ റിലീജിയൻ. ഒരു മതത്തിനും ഇവിടെ പ്രത്യേക പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഓൾ ആർ ഈക്വൽ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 തന്നെ പറയുന്നില്ല. ഈ 25 പറയുമ്പോൾ അതുമായി ചേർന്ന് പലത് പറയേണ്ടിയിരിക്കും. അന്നേരം ആർട്ടിക്കിൾ 14-ൽ പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അത് എല്ലാ കാര്യത്തിലും ലഭിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ മീൻസ് there is protection for all religious people, or there is no special privilege for any religious people. സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഒരു മതത്തോടും പ്രത്യേകിച്ച് മമതയില്ല. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തോടും പ്രത്യേകിച്ച് വിദ്വേഷമില്ല. എന്നാൽ അതേ സമയം തന്നെ മൈനോറിറ്റി റൈറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ആർക്കും പ്രത്യേകിച്ച് പ്രിവിലേജസ് ഇല്ലെങ്കിൽ പിന്നെന്തിനാ ഈ മൈനോറിറ്റി റൈറ്റ്സ് കൊണ്ടുവന്നേക്കുന്നത്? അതിന് കാരണമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ പറയുന്നുണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ വേണ്ടവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാം. എക്കണോമിക്കലി, അതോടൊപ്പം തന്നെ സോഷ്യലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ളവരെ സംരക്ഷിക്കുവാനായിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാം. അതെന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇന്ന് ഞാൻ അടൂർ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. നമ്മുടെ ഭാഗ്യസ്മരണീയനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അനുസ്മരണവും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിനെ കുറിച്ച് അതിന്റെ ഒരു ചർച്ചയൊക്കെയായിരുന്നു, പുസ്തക പ്രകാശനം. അന്നേരം അവിടെ പ്രസംഗപീഠത്തിന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ചെറിയ സ്റ്റൂള് പോലെ കൊറണ്ടി പോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈറ്റ് ഉള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഹൈറ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചവിട്ടി നിന്നെങ്കിൽ അദ്ദേഹത്തിന് ആ മൈക്കിന്റെ ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അന്നേരം ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറയുമ്പോൾ തന്നെ whenever there is special consideration is needed, such considerations can be given. അത് വ്യക്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ എക്സംഷൻസോട് കൂടിയാണ് നമ്മൾ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. അന്നേരം ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് പോലെ when the religious majority becomes a political majority, the rights of minorities may be cut short. It may be curtailed. In such a situation, they should be protected. അതിനുവേണ്ടിയാണ് മൈനോറിറ്റീസിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നമുക്കറിയാം, നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അവസാനത്തെ ആർട്ടിക്കിൾസ് 29-30 വരുന്നത്. അത് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി റിലീജിയസ് മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ക്യാൻ ഓൾസോ ബി പാർട്ട് ഓഫ് ഇറ്റ്. ഏത് തരത്തിലുള്ള ന്യൂനപക്ഷമാണെങ്കിലും, ഇപ്പൊ മതപരമായി ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കുന്നതോ ഭാഷാപരമായ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കുന്നതോ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ എത്തിക്സ് ഓഫ് ഡെമോക്രസി. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ എത്തിക്സ് ഓഫ് ഇക്വാലിറ്റി. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 25-നെ കുറിച്ചാണല്ലോ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 25 കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മതപരമായ വിശ്വാസം, അത് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസമായാലും കൊള്ളാം, ന്യൂനപക്ഷത്തിന്റെ വിശ്വാസമായാലും കൊള്ളാം, റൈറ്റ് ടു പ്രൊട്ടക്ട് ദാറ്റ് റൈറ്റ് മീൻസ് റിലീജിയസ് റൈറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൃത്യമായി പറയുന്നു. അവിടെ പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഇവിടെ കൃത്യമായി
ഒരു പനി വന്നതിന് ശേഷം ചുമ ഇതുവരെ പൂർണ്ണമായി മാറിയിട്ടില്ല. അന്നേരം ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകും. നിങ്ങൾ ദയവായി അത് പൊറുക്കണമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം കുറച്ചു നാളത്തേക്ക്. അന്നേരം ഇവിടെ പറയുന്നത് ഈ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. എന്റെ മനസ്സാക്ഷി ഇന്ന് എന്നോട് പറയുന്നു നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ശരി, ഞാൻ ഇന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്നു. നാളെ എനിക്ക് തോന്നുകയാണ് ഹിന്ദുയിസമാണ് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ക്രിസ്ത്യാനിറ്റി. എന്റെ മനസ്സാക്ഷി പറയും, എനിക്കതിൽ വിശ്വസിക്കാം. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഇൻഡിവിജ്വൽ ഫ്രീഡം. അന്നേരം നിങ്ങൾ ഈ ആർട്ടിക്കിൾ 25 മാത്രമായിട്ട് കരുതരുത്, ആർട്ടിക്കിൾ 19 കാണണം. ആർട്ടിക്കിൾ 19ന്റെ ഭാഗമായിട്ട് നമുക്ക് ചില ഫണ്ടമെന്റൽ ഫ്രീഡംസ് തരുന്നുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം ആ ഫണ്ടമെന്റൽ ഫ്രീഡംസോട് ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് വായിക്കേണ്ടതാണ്. എന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് വിശ്വസിക്കാം. നോ വൺ ഹാസ് അതോറിറ്റി ഓവർ മൈ കോൺഷ്യൻസ് എക്സെപ്റ്റ് മൈസെൽഫ്. എനിക്ക് മാത്രമേ എന്റെ മനസ്സാക്ഷിയെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഞാൻ മർദ്ദമക്കാരനാണ്, നാളെ ഞാൻ ഓർത്തഡോക്സ് ആകണോ പെന്തക്കോസ്റ്റ് ആകണോ CSA ആണ്, ഇറ്റ് ഈസ് മൈ ചോയ്സ്. നാളെ ഹിന്ദു ആകണോ മുസ്ലിം ആകണോ, ദാറ്റ് ഈസ് മൈ ചോയ്സ്. അല്ലെ ബുദ്ധിസ്റ്റ് ആകണം, ഇതൊക്കെ എന്റെ ചോയ്സ് ആണ്. ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട് യു ഹാവ് ദാറ്റ് ഫ്രീഡം. ആ ഫ്രീഡം നിനക്കുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിനുമുണ്ട്, മുസൽമാനുമുണ്ട്, സിഖുകാർക്കുമുണ്ട്, ഈ രാജ്യത്തുള്ള എല്ലാവർക്കുമുണ്ട്. നാളെ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി ആകണോ അല്ല മുസ്ലിം ആകണോ, അവൻ ആ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവകാശം എല്ലാവർക്കും ഉള്ളതാണ്, മൈനോറിറ്റീസ് മാത്രമല്ല. സോ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് പറയുന്നു ഫ്രീഡം ടു പ്രൊഫസ്. എനിക്ക് പ്രൊഫസ് ചെയ്യാം. ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എ മാർത്തോമൈറ്റ്. എനിക്കത് തുറന്നു പറയുവാനുള്ള അവകാശമുണ്ട്. ഞാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. എന്റെ അടിസ്ഥാനപരമായ മൗലികമായ അവകാശത്തിന്റെ ഭാഗം. അന്നേരം വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇന്നതാണെന്ന് തുറന്നു പറയാൻ കഴിയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗം കൂടിയാണ്. ഞാൻ ഇന്നതിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഭാഗമാണ്. അതെനിക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല പറയുന്നത് ഫ്രീഡം ടു പ്രാക്ടീസ്. നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നു, നമ്മളിപ്പം മാർത്തോമാക്കാരനാണ്, ക്രിസ്ത്യാനിയാണ്, ഇത് നമ്മൾ പറയുന്നു, അല്ലെ വിശ്വസിക്കുന്നു, പറയുന്നു. പറഞ്ഞാൽ മാത്രം പോരായല്ലോ, നമുക്ക് ആരാധന നടത്തണമല്ലോ. വി ഹാവ് ദ റൈറ്റ് ടു പ്രാക്ടീസ് ഇറ്റ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാം. മതപരമായ ആചാരങ്ങൾക്ക് യാതൊരു വിധമായ വിലക്കുമില്ല. വേഷം ധരിക്കുന്നതിന് വിലക്കില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഇടങ്ങളിൽ പോലും ഈ സിഖുകാർക്ക് അവരുടെ മതപരമായ വേഷത്തിന്റെ ഭാഗമായ കൃപാൺ ഉപയോഗിക്കാം. കൃപാൺ നമുക്കറിയാം മുറിവേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്, കത്തിയാണ്. എന്നാൽ ആ കൃപാൺ അവർക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ റിലീജിയസ് ബിലീഫ്. അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ കസ്റ്റം. അവരുടെ കസ്റ്റത്തിന്റെ ഭാഗം. അവർക്കത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്നേരം എനിക്ക് ശരിയെന്ന് തോന്നുന്ന മതത്തിൽ വിശ്വസിക്കുകയും അത് വിശ്വസിക്കുന്നുവെന്ന് തുറന്നു പറയുവാൻ കഴിയുകയും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. അത്രയും എല്ലാവരും അംഗീകരിച്ചൊക്കെ പോകുന്നു. അതിൽ തന്നെ മൂന്നാമത്തത് ഇപ്പോൾ പലയിടത്തും തടയപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനം, ടു പ്രൊപ്പഗേറ്റ് ഇറ്റ്. പ്രൊപ്പഗേറ്റ് മീൻസ് യു നോ ദാറ്റ്, ടു സ്പ്രെഡ് ഇറ്റ്. ഇത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം എനിക്കുണ്ട്. ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു. ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അത് നിങ്ങളുമായി പ്രചരിപ്പിക്കാൻ എനിക്ക് എന്റെ അവകാശമുണ്ട്. അതിനെ പലരും ഇവിടെ ഇപ്പോൾ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ അവകാശങ്ങളെ ഹനിക്കുവാൻ ആർക്കാണ് അവകാശം? SR ബൊമ്മൈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ബേസിക് ഫ്രെയിം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സെക്യുലറിസം. ഇന്ത്യൻ ഭരണഘടന ഇനാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം സെക്യുലറിസം എന്ന വാക്ക് അവിടെ എഴുതി വെച്ചില്ല. പിന്നെ 42nd അമെന്റ്മെന്റിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ സെക്യുലറിസം കൊണ്ടുവന്നത്. എന്നാൽ അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. The framework of the constitution, the basic nature of the constitution itself says that India is the constitution of India is a secular constitution. നമ്മുടെ ഭരണഘടന സെക്കുലർ ആണെന്നത് കാണുമ്പോൾ അറിയാം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഈ ഭരണഘടനയിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 25 പറയുന്നു ഇറ്റ് ഈസ് ഫോർ എനി പേഴ്സൺ. ഏതൊരു വ്യക്തിക്കും അവന് ഏതിലും വിശ്വസിക്കാം,
എന്തും പ്രാക്ടീസ് ചെയ്യാം, എന്തും പ്രചരിപ്പിക്കാം. സോ ദാറ്റ് ഈസ് സെക്കുലർ. അല്ലാതെ സെക്കുലറിസം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചപ്പോൾ മുതലല്ല ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയത്. വൈ? ബിക്കോസ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ, ദ ട്രഡീഷൻ ഓഫ് ഇന്ത്യ ഈസ് സെക്കുലർ ഇൻ നേച്ചർ. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൃത്യമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അംഗീകരിച്ചു. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെക്ഷൻ 25. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ആന്റി കൺവേർഷൻ ലോയിലേക്ക്, അതിന്റെ ഹിസ്റ്ററിയിലേക്കൊക്കെ വരാം. എന്നാൽ അതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അക്കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം സെക്കുലർ, എന്നാൽ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാസങ്ങൾക്കകം തന്നെ ഇന്ത്യയുടെ സെക്കുലറിസത്തെ അന്നത്തെ ഭരണാധികാരികൾ കശാപ്പ് ചെയ്തു. ഞാൻ ഈ പറയുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും അല്ല എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം ഡോക്യുമെന്റൽ എവിഡൻസ് ഇല്ലാതെ ഒന്നും തന്നെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ പോകാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ഞാൻ നിലവിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല. കാരണം ഞാൻ മാർത്തോമാ സഭയുടെ സഭയാ ട്രസ്റ്റി ആയിട്ട് 2014 വരുമ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ ജില്ലാതല ചുമതലയിലുണ്ടായിരുന്നു. എന്നാൽ സഭയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ നിലപാടുകൾ എടുക്കുമ്പോൾ എന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചുമതലകൾ അതിന് വിഘാതമാകരുത് എന്ന് കരുതി ഞാൻ അന്ന് രാജിവെച്ചത്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അനുഭവം ഉണ്ടായിരിക്കാം, നിങ്ങൾക്കും എല്ലാം അങ്ങനെയുള്ളവരും കാണും. ഇവിടെ 1947 നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. നമ്മൾ അതിനുശേഷം റിപ്പബ്ലിക്കായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ 1950 ഓഗസ്റ്റ് മാസം 10-ാം തീയതി, എത്ര മാസം കഴിഞ്ഞു നിങ്ങൾ നോക്കണം, ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു ചെറിയ പീരീഡ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഇന്ത്യയുടെ അന്നത്തെ ഭരണാധികാരികൾ ഒരു കൊടും ചതി ചെയ്തു. ആ കൊടും ചതി എന്തേ എന്ന് ചോദിച്ചാൽ, അന്ന് അവരൊരു പ്രസിഡൻഷ്യൽ ഓർഡർ ഇറക്കി. ഈ പ്രസിഡൻഷ്യൽ ഓർഡർ ഇറക്കുമ്പോൾ നമുക്കറിയാം, പാർലമെന്റിൽ ഒരു ആക്ട് കൊണ്ടുവന്ന് ഇനാക്ട് ചെയ്ത് നിയമമാക്കാൻ പോലും തയ്യാറാകാതെ ധൃതി പിടിച്ച് ചെയ്യുന്നൊരു കാര്യം. അന്നേരം ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇന്റൻഷൻസ് കാണുമല്ലോ. അന്നേരം എന്താ പ്രസിഡൻഷ്യൽ ഓർഡർ എന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞങ്ങൾ രാജ്ഭവന്റെ മുൻപിൽ പോയി സമരം ചെയ്യാറുണ്ട്. അത് ഇന്ന സർക്കാരിനെതിരെ എന്നുള്ളതല്ല, ആര് ഭരിച്ചാലും കേന്ദ്രത്തിനെതിരെയുള്ള സമരം. അതിന് കാരണം ഇന്ത്യയുടെ സെക്കുലർ ഫ്രെയിംവർക്ക് ആദ്യമായി നശിപ്പിക്കപ്പെടുന്നത് 1950. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവരിറക്കിയ പ്രസിഡൻഷ്യൽ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് ഒരു പട്ടിക ഇറക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ ഒരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിൽപ്പെട്ട ജാതികളെയാണ് പട്ടികജാതി അല്ലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അവർ ആരെ എന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളായി പല തരത്തിലുള്ള അടിച്ചമർത്തലുകൾ അനുഭവിച്ചവർ. എന്ന് പറഞ്ഞാൽ their fathers and forefathers were subjected to cruel oppression. നമുക്കറിയാം, മിഷണറിമാർ വന്നതിന് ശേഷമാണ് ഇവിടെ അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഹാവേൽ മൂപ്പന്റെയും ഒക്കെ കാര്യം നമുക്കറിയാം. മല്ലപ്പള്ളിയിലും ഒക്കെ അടിമക്കച്ചവടം ഉണ്ടായിരുന്ന കാലമാണ്. അന്നേരം അങ്ങനെ മാറുന്നത് വരെ, എന്തിനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടടുത്ത് വരെ അടിമത്തം അനുഭവിച്ച, അടിച്ചമർത്തൽ അനുഭവിച്ച ഒരു വലിയ സമൂഹമുണ്ട്. ഡോക്ടർ അംബേദ്കർ അത് കൃത്യമായി അനുഭവിച്ച ആളായതുകൊണ്ട് അങ്ങനെയുള്ളവരെ മുൻപോട്ട് കൊണ്ടുവരാം. ഞാൻ നേരത്തെ ഈ പ്രസംഗപീഠത്തിന്റെ അവിടെ സ്റ്റൂൾ ഇടുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ക്വാറന്റൈൻ ഇടുന്നത് പോലെ അവരെ ഒന്ന് ഉയർത്താനായിട്ട് അവരെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാ തരത്തിലുള്ള സംവരണങ്ങളും ഏർപ്പെടുത്തി. അന്നേരം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഈ സംവരണം ലഭിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പട്ടികജാതിക്കാർക്കും സംവരണം ലഭിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പലതരത്തിലുള്ള വിവേചനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ക്രിസ്തുവിൽ എല്ലാവരും സ്വതന്ത്രരാണ്, ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസം, അതിലേക്ക് കൂട്ടമായി ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ കൂട്ടമായ മതപരിവർത്തനത്തെ ഒരിക്കലും ക്രിസ്തു സഭ അനുകൂലിച്ചില്ല. ഇൻഡിവിജ്വലായി വരുന്നവരെ മാത്രമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ.
കുഞ്ഞിരാമൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഈഴവ സമൂഹം മൊത്തത്തിൽ ക്രിസ്ത്യാനിറ്റി ചേരാൻ വന്നു. ആദ്യം സായിപ്പിന്റെ അടുക്കൽ ചെന്നു, മിഷണറിയുടെ അടുക്കൽ ചെന്നു. അവർ പറഞ്ഞു കോട്ടയത്ത് പറ്റത്തില്ല. പിന്നെ മാർത്തോമാ സഭയുടെ അടുക്കൽ വന്നു. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കൺസേൺ ഉണ്ട്, പക്ഷെ വിശ്വാസം ഇൻഡിവിജ്വലായിട്ട് വന്നാലേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ട്രഡീഷൻ ആണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർഷൻ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഹിന്ദു അധികാരികളുടെ ഇടപെടൽ നിമിത്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ ഭരണകൂടം അവിടെ ഈ പട്ടികജാതിയിൽ പെട്ടാൽ പോലും ഹിന്ദു വിശ്വാസത്തിലുള്ളവർക്ക് മാത്രമായി സംവരണം കുറച്ചു. എന്റെ ചോദ്യം, ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പറയുന്നു റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച്. പിന്നെ മതത്തിന്റെ പേരിൽ എങ്ങനെ നിയമനിർമ്മാണം നടത്താൻ പറ്റും? അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം ആദ്യമായി ഹനിക്കപ്പെട്ടത് 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ. പിന്നീട് അത് ബുദ്ധർക്കും ജൈനർക്കും സിഖുകാർക്കും എല്ലാം കൊടുത്തു കാലാകാലങ്ങളായിട്ട്. എന്നാൽ ഇതുവരെയും ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നവർക്ക് അത് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 25 വർഷമായി ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി ഡിക്ലെയർ ചെയ്യണമെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാത്തതുകൊണ്ട് 25 വർഷമായിട്ട് ഭരിച്ചവരാരൊക്കെയാ നമുക്കറിയാം. ഇപ്പോഴും അത് അവിടെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദളിത് ക്രൈസ്തവരോട് അനീതി കാണിച്ചു. അത് നമ്മുടെ ഭരണഘടനയോട് സെക്കുലറിസത്തോട് കാണിച്ച അവഗണന. ഞാനിത് പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രം ഭരിക്കുന്നവർ എക്കാലത്തും ഭൂരിപക്ഷ സമൂഹത്തെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വോട്ട് ബാങ്ക് അവർക്ക് ആവശ്യമായിരുന്നു. കേരളം ഭരിക്കുന്നവർ ഇത് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഒരു കാലത്ത് കേരളത്തിൽ മെജോറിറ്റി ആയിരുന്നു, 28% വരെ നമ്മളുണ്ടായിരുന്നു. ആ സമയത്ത് ക്രിസ്ത്യാനിറ്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. 2011 സെൻസസ് വന്നപ്പോൾ നമ്മൾ 18%. 21 സെൻസസ് നടന്നില്ല. ഇപ്പോൾ എടുത്ത ഒരു 14% കൂടുതൽ നമ്മളില്ല. നമ്മളൊരു മൈനോറിറ്റി ആകുന്നു, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആകുന്നു എന്ന് വന്നപ്പം നമുക്കെതിരായ നിയമനിർമ്മാണങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതൊരു ബേസിക് നേച്ചറാണ്. അതോടൊപ്പം തന്നെ ആന്റി കൺവേർഷൻ ലോസ് അത് കൊണ്ടുവന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ 25 ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ആന്റി കൺവേർഷൻ ലോസ് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ ഇല്ലായിരുന്നു. എന്നാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഇവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പലയിടത്തും ഏകദേശം 20ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സില് റായ്ഗഡ്, പാട്ന, ഉദയപൂർ തുടങ്ങി 20ഓളം സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വലിയ ഡിബേറ്റ് നടന്നു ആന്റി കൺവേർഷൻ ലോ വേണമെന്ന്. എന്നാൽ അത് പൂർണ്ണമായി എതിർത്ത് തോൽപ്പിക്കപ്പെട്ടു. വളരെ വിശാലമായ ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. ആന്റി കൺവേർഷൻ ലോയ്ക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ നിലപാട് അവിടെ ഉണ്ടായി. എന്നാൽ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യം സ്വതന്ത്രമായി 1967 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആന്റി കൺവേർഷൻ ലോ വരുന്നത്. ഒഡീഷ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന നിലയിൽ അന്ന് അവിടെ ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അന്ന് RN സിംഗിന്റെ മന്ത്രിസഭയായിരുന്നു, അവര് ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നു. രണ്ടാമത് മധ്യപ്രദേശിൽ 68 അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ഈ പറയുന്നത് ആര് ഭരിച്ചാലും ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുവാൻ ശ്രമിക്കുന്നു. അവരെവിടെ ഭരിക്കുന്നോ അവിടുത്തെ ഭൂരിപക്ഷം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലാണ് ഭരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം ആരാണ് അവർക്ക് വേണ്ടി നിലകൊള്ളും. കേരളത്തിലാണ് കേരളത്തിലെ ഭൂരിപക്ഷത്തിന് വേണ്ടി. ഇനി ഇന്ത്യ മൊത്തം എടുത്താൽ നമുക്കറിയാം ഹിന്ദു ഭൂരിപക്ഷമാണ് അതിനനുകൂലമായിട്ട് നിൽക്കുന്നത്. അന്നേരം 1967 ഒഡീഷയിൽ കൊണ്ടുവന്നു, 68 മധ്യപ്രദേശിൽ കൊണ്ടുവന്നു, 78 പിന്നെ കൊണ്ടുവരുന്നത് അത് ജനതാ പാർട്ടിയാണ് അരുണാചൽ പ്രദേശിൽ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഛത്തീസ്ഗഡിലാണ് അജിത് യോഗി. അജിത് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കണം, ക്രിസ്ത്യാനിയായിരുന്നു അജിത് യോഗി. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അദ്ദേഹത്തിന്റെ മകളും ഒക്കെ തന്നെ ഈ നമ്മുടെ പല എക്യുമെനിക്കൽ ഫോറംസിലും ഉണ്ടായിരുന്നതാണ്. അന്നേരം അജിത് ജോഗിയുടെ ഇന്റർനാഷണൽ കോൺഗ്രസ് 2000 അവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2003 ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഈ ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2006 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നു. 2017 ജാർഖണ്ഡിലും, അങ്ങനെ വിവിധ സംസ്ഥാനം, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങി കർണാടക പിന്നെ റിപ്പീൽ ചെയ്തു. പല സ്റ്റേറ്റ്സിലും ഇത് ചെയ്യാൻ കഴിയുന്നു. ഇവിടെ കൂടുതൽ യൂത്ത് ആണ് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മീഡിയ വിങ്ങിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. യുവജന സഖ്യത്തിന്റെ നല്ലൊരു ടീമാണ് നിങ്ങൾക്കുള്ളത്. യൂത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. നമ്മൾ വളരെ അമിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ, വളരെ നല്ല ലാംഗ്വേജിൽ ഇത് സംബന്ധിച്ച ചെറിയ ചെറിയ വീഡിയോയും മറ്റും ചെയ്ത് സമൂഹത്തെ ബോധവൽക്കരിക്കണം അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരാളെ പോലും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുത്. ബട്ട് വി ഹാവ് ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ദ
ബേസിക് നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു ബി സെക്കുലർ. സെക്കുലർ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് നേച്ചറാണ്. മതപരിവർത്തനം അത് ഫോഴ്സ്ഡ് ആകരുതെന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ദ ബേസിക് റൈറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊക്കെ സിസ്റ്റർ നിവേദിതയെ അറിയാം. സിസ്റ്റർ നിവേദിത എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ്. നിങ്ങൾക്കറിയാമോ, അയർലൻഡിലെ ഒരു പുരോഹിതന്റെ മകളായിരുന്നു അവർ. അവർക്ക് സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണങ്ങളിൽ ഇഷ്ടം തോന്നി, ഇന്ത്യയിലേക്ക് വന്നു, സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായി, സിസ്റ്റർ നിവേദിത എന്ന പേര് സ്വീകരിച്ചു. നമ്മുടെ ഇവിടെയുള്ള ആശ്രമങ്ങളിലൊക്കെ വിദേശത്ത് നിന്ന് ക്രിസ്ത്യാനികളും മറ്റും വരുന്നുണ്ട്. അവരൊക്കെ ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ. നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാനുള്ള അവകാശം ഇവർക്ക് എവിടെ? നമ്മൾ പറയുന്നുള്ളൂ, പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കണം, നമുക്കൊന്നും പ്രത്യേകിച്ച് വേണ്ട. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡസന്റ് നീഡ് എനി സ്പെഷ്യൽ പ്രിവിലേജ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും വേണ്ട. ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അതിൽ തന്നെ പ്രധാനമാണ് ആർട്ടിക്കിൾ 25. ഈച്ച് ആർട്ടിക്കിൾ ഈസ് ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ 25 പോലെ 14 ഇമ്പോർട്ടന്റാ? എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടന്റ്. ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന് മുറിവേറ്റാൽ ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ തന്നെയാണ് തകർക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകണം. യുവജന സഖ്യമായിട്ട് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച് ഇപ്രകാരം ഒരു ഡിസ്കഷൻ അറേഞ്ച് ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്നവർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. സംശയങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഉത്തരങ്ങളിലേക്ക് പോകാം, പ്രതികരിക്കാം എന്ന് കരുതുന്നു. ഇത്രയും സമയം തന്നതിൽ, അവസരം തന്നതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. അത്രയും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആണല്ലോ നമ്മളിപ്പോ കേട്ടത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. Now it's time for discussions and asking questions. So now the floor is open. If anybody wants to ask a question, please unmute and ask, or you can also respond. Okay, it's your time. ഹലോ സർ. ഓക്കെ മോനെ, പറഞ്ഞു. ഞാൻ മറുപടി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞോളാം. ചോദിച്ചോ. ഈയിടെയായിട്ട് ഒഡീഷയിൽ വെച്ചിട്ട് ഒരു പാസ്റ്റർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം മൊത്തത്തിൽ ഇതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാത്തത്? മോനെ ഞാൻ പറയാം, മറുപടി പറയാം. ഹലോ പ്രകാശ, ഗുഡ് ഈവനിങ്. ഇത് ഷിജുവച്ചനാണേ. ഞാനിത് കേൾക്കുമായിരുന്നു. സോ വളരെ നന്നായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി നമ്മുടെ റൈറ്റ്സും, അതുപോലെ തന്നെ എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു ഈ ആന്റി കൺവേർഷൻ ബിൽ. അത് തന്നെ നമ്മുടെ റൈറ്റ്സിന്റെ എതിരെ ഉള്ള സംഭവമാണല്ലോ. അതിനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ, ഇപ്പം ക്രിസ്ത്യാനികൾ എന്ത് പ്രതിഷേധിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നു. പക്ഷെ ഇതിൻ്റെ ഉപരിയായി, can the Supreme Court take a sumo action or something of that sort? Isn't it possible, or is it that it is possible but something is hindering even the Supreme Court to go forward with it? മനസ്സിലുള്ള തോട്ട്സ് പലപ്പോഴും നടക്കുമ്പം മനസ്സിൽ വരുന്ന കാര്യം, ഇപ്പം സാർ തന്നെ പറഞ്ഞല്ലോ, ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പോലീസ് തന്നെ ആക്ഷൻ എടുക്കുന്നത് അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ വി ഹാവ് സംതിങ് മച്ച് ഹയർ ദാൻ ദാറ്റ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈസ് ഇറ്റ് ലൈക്ക് ഈവൻ ദ സുപ്രീം കോർട്ട് ഈസ് നോട്ട് റിലയബിൾ ഓർ കാൻ ഗോ ഫോർവേഡ്? ആ രീതിയാണോ? വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് ഇൻ ദാറ്റ് വേ? അറിയാൻ വേണ്ടിയായിരുന്നു. താങ്ക് യു. സാർ, ഈ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി എന്തോ അഭിപ്രായം? ക്രിസ്ത്യാനികൾ അതിനെ കുറിച്ച് പേടിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? രോഹനല്ലേ? അതെ അതെ. ഓക്കെ മോനെ. ആൻസി സംസാരിക്കാനാണ്, ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നു.
ആൻസി അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനാണോ? ഇപ്പം മ്യൂട്ട് ചെയ്തു വീണ്ടും. ആൻസി പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ. അൺമ്യൂട്ടഡ് അഗൈൻ. ആൻസി പറയുന്നത് കേൾക്കുന്നില്ല. അച്ഛൻ ഇട്ടാല് അച്ഛനത് വായിക്കുമായിരിക്കും ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ. കാരണം എന്തെങ്കിലും സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, നമുക്കറിയാറില്ല. അപ്പോഴത്തേക്ക് മറ്റാരെങ്കിലും അച്ഛാ ആൻസിയുടെ മെസ്സേജ് ഒന്ന് നോക്കിയേക്കണം അച്ഛാ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇതുവരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. സാർ, അപ്പോഴത്തേക്ക് അതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഒന്നുള്ളതായിരിക്കും. ക്രിസ്ത്യൻ പറഞ്ഞതിനോട് എനിക്ക് വളരെയധികം യോജിപ്പുണ്ട്. ഞാൻ പ്രശ്നത്തിൽ ഞാൻ വളരെ ദുഃഖിതനുമാണ്. ഇന്ത്യൻ ക്രിസ്ത്യൻസിന്റെ ശത്രു പുറത്തല്ല, അകത്ത് തന്നെ. KCCയുടെ ഭാഗമായിട്ട്, CCIയുടെ ഭാഗമായി, നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നാം ക്രിസ്തുവിൽ ഒന്നല്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, പിതാവേ നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കേണ്ടതിന് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ആളത്വത്തിൽ രണ്ടാണ്, സാരാംശത്തിൽ ഏകമാണ്. അതുപോലെ നമ്മുടെ സഭകൾ വ്യത്യസ്ത ആചാരങ്ങളുമായി മുൻപോട്ട് പോകുമ്പോഴും ക്രിസ്തുവിൽ ഒന്നായി നിൽക്കണം. അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങളും ഇമ്പോർട്ടന്റ്. ഇങ്ങനെ നമ്മൾ ഒന്നാകാത്തതാണ് ക്രിസ്തു സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ പുറത്തു നിന്നുള്ള ശത്രുക്കളല്ല മോനെ. ഇവിടെ പെന്തക്കോസ്തുകാരനെ തല്ലിയാൽ അത് പെന്തക്കോസ്തുകാരനല്ലേ, നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്? കത്തോലിക്കനെ തല്ലിയാൽ കത്തോലിക്കനല്ലേ നമ്മൾ ഇതിന് ഇടപെടുന്നത്? മാർത്തോമായിലൊരു അച്ഛനെ തല്ലിയാൽ മാർത്തോമാക്കാരനെ തല്ലിയാണ് നമ്മൾ ഇതിന് ഇടപെടുന്നത്? ഇത് പാസ്റ്റർ മാർട്ടിൻ നീമോലർ പണ്ട് പറഞ്ഞതിന് തുല്യമായിട്ട് വരികയാണ്. കാരണം അവർ ഓരോരുത്തരെ തല്ലുമ്പോഴും നമ്മൾ അതല്ലാത്തത് കൊണ്ട് നമ്മൾ അനങ്ങാതിരിക്കും. നമ്മൾ പറയും അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ കിട്ടിയത്. ED ഇവിടെ ചില സഭകളുടെ ഓഫീസുകളിൽ കയറിയപ്പോൾ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന മറ്റു ചില സഭകളുടെ ആൾക്കാർ പറഞ്ഞു അവൻ അത് വേണം. എന്നാൽ ഇങ്ങോട്ട് വരുന്ന ഉടനെ അയ്യോ ED അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ ശാപവും ദുഃഖവും. മോനെ, നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് സഭയുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തായിട്ട് ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ സഭയെന്നും നമ്മൾ ഈ വിശ്വസിക്കുന്ന പല സംഘടനാ രൂപത്തിലുള്ള സഭകളും ആ ഏകമായ ആ കാതോലിക സഭയുടെ ഭാഗമാണെന്നും പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും ക്രിസ്ത്യാനികളല്ല. അല്ലാതെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് പോലെ മെൻഡിങ് വോൾസുമായിട്ട് ഭിത്തി കെട്ടി നമ്മൾ നടന്നാൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. ആരെ തല്ലിയാലും ഞാനിപ്പോൾ ഈ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ്, അതിൽ പെന്തക്കോസ്തുകാരുണ്ട്, കത്തോലിക്കരുണ്ട്, എല്ലാവരും ചേർന്ന്. കാരണം മോനെ, ആർക്ക് തല്ലുകൊണ്ടാലും അത് എന്നെ തല്ലുന്നതിന്റെ പ്രശ്നമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആർക്ക് തല്ലുകൊള്ളുന്നു, ആർക്ക് മുറിവേൽക്കുന്നു നമ്മുടെ പ്രശ്നമാണ്. ഞങ്ങൾ KCCയുടെ നേതൃത്വത്തില് കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ 11 ദിവസം നല്ല ചൂട് വെയിലിൽ ഒരു ലോങ് മാർച്ച് നടത്തി. 19ഓളം അച്ഛന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ശശി തരൂർ ഒക്കെ ഉണ്ടായിരുന്നു, NCCA പ്രസിഡന്റ്. 10,000-ഓളം പേര് അവിടെ പങ്കെടുത്തു. അതിന്റെ ഞാൻ അതിൽ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒന്ന്, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. 2, നമ്മളെ സംബന്ധിച്ച് ദളിത് ക്രൈസ്തവരുടെ സംവരണ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം. അതോടൊപ്പം അങ്ങനെ ഇപ്പൊ 80-20 ഇഷ്യൂവിൽ സംസ്ഥാന സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെ കൊടുത്ത അപ്പീൽ പിൻവലിക്കണം. ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ സംസ്ഥാന സർക്കാർ നമുക്കെതിരെ അമെന്റ്മെന്റ് നടത്തി, അത് പിൻവലിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ പോയത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയത് നമുക്ക് വേണ്ടിയല്ല. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്ക് പ്രയാസം ഉണ്ടായാലും നമ്മുടെ പ്രയാസമാണെന്ന് കരുതുന്ന നിന്റെ ഈ ആറ്റിറ്റ്യൂഡിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. നമ്മളുടെ സഭകളുടെ എല്ലാവരുടെയും നേതൃത്വം ഇപ്പൊ യൂണിറ്റി ഒക്ടേവിൽ നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയും, എക്യുമെനിക്കൽ വേദികളിൽ ഐക്യത്തെക്കുറിച്ച് പറയും. അല്ല, എവിടെ പ്രശ്നം ഉണ്ടായാലും സഭ ഒന്നായാൽ ഭരിക്കുന്നവൻ പ്രയാസത്തിൽ വരും.
ക്രൈസ്തവ സഭ ഒറ്റക്കെട്ടായി നിലപാടെടുത്താൽ പീഡനം അന്ന് നിൽക്കും. നമ്മൾ പറയും ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. മരിക്കണം, ഇല്ല പിന്നെന്തോന്ന്. ചിലര് പറയും നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച് പ്രയാസം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞതിന്റെ മുൻപത്തെ ദിവസം 21-ാം തീയതി News 18 ചാനലുകൾ എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഞാനവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ഇവിടുത്തെ മലങ്കരയിലെ ആർച്ച് ബിഷപ്പ് തിരുമേനി അതിനുശേഷം വിളിച്ച് അഭിനന്ദിക്കുക. അതേ ഒരു കാര്യം പറഞ്ഞു, ഇവര് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ഇപ്പൊ നമ്മുടെ മാർത്തോമ കോളേജ് ആയാലും നമ്മുടെ സ്കൂളുകൾ, ഈ SCS ഒക്കെ നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ്. ഇത് നമ്മൾ തുടങ്ങിയപ്പോ ഇതൊന്നും എയ്ഡഡ് സ്ഥാപനമൊന്നും അല്ലായിരുന്നു. നമ്മളിത് തുടങ്ങിയതിനാ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം തുടങ്ങിയത്. ഇവിടെ നാനാജാതി മതത്തിൽപ്പെട്ടവന് അറിവ് കൊടുക്കാനും. കേരള നവോത്ഥാന നായകന്മാർ ക്രിസ്ത്യാനികൾ തന്നെ, തുടക്കക്കാർ ക്രിസ്ത്യാനികളാണ്. അത് ട്രഡീഷണൽ ചർച്ചസ് ആയാലും മിഷണറി ചർച്ചസ് ആണെങ്കിലും അവരിലൂടാണ് ഇക്വാളിറ്റിയെ കുറിച്ചുള്ള, അക്ഷരത്തെ കുറിച്ചുള്ള വെളിച്ചം സമൂഹത്തിന് കൊടുത്തത്. അതിന് തുടങ്ങിയവരാ. ഇനിയും സർക്കാർ നമ്മുടെ സ്ഥാപനത്തെ എന്നാ ചെയ്യുമെന്നാ പറയുന്നത്? അങ്ങ് പൂട്ടിക്കുന്നെങ്കിൽ പൂട്ടിക്കട്ടെ. ഈ സ്കൂൾ പൂട്ടിക്കുകയാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുക സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഇവിടുത്തെ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ക്രമീകരണം ചെയ്യുക സർക്കാരിന്റെ ഉത്തരവാദിത്തം. നമ്മുടെ ഈ സ്കൂളുകൾ, മാർത്തോമയുടെ അല്ലെ എല്ലാ സ്കൂളുകളും നിൽക്കുന്ന കണ്ണായ സ്ഥലങ്ങളാണ്. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായ കോടികൾ ലാഭം ഉണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലാഭമല്ല, ക്രിസ്തുവിന് വേണ്ടി ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണി കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ സ്ഥാപനങ്ങൾ. അത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാനൊന്നും ഒരു സർക്കാരിനും കഴിയത്തില്ല. നമ്മൾ തന്റെ ഇടത്തോട് പോകാന്നുള്ളത്. അതുകൊണ്ട് മോൻ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഷിജു അച്ഛൻ ചോദിച്ചൊരു കാര്യം, ആന്റി കൺവേർഷൻ ലോസിനെതിരായിട്ട് സുപ്രീം കോടതിക്ക് കേസ് എടുക്കരുതോ? ഇവിടെ സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച ഒരു ഇഷ്യൂ നിലവിലുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ഒക്കെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇല്ല, ക്രിസ്ത്യൻ സംഘടനകളൊക്കെ കക്ഷി ചേർന്നിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നു. ഈ ആന്റി കൺവേർഷൻ ലോയുടെ ഒരു പ്രശ്നം ഈ ആർട്ടിക്കിൾ 25-നെതിരായിട്ട് വരും. എന്നാൽ അതിൽ ഇവർ പറയുന്ന ഫോഴ്സ്ഡ് ഓർ ഇൻഡ്യൂസ്ഡ് കൺവേർഷൻ പാടില്ല എന്ന്, അത് സുപ്രീം കോടതി യോജിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ആന്റി കൺവേർഷൻ ലോസിന്റെ മിസ്യൂസ് ആണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, അച്ഛൻ ഫോഴ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്തു. നമുക്കറിയാമല്ലോ, ആ 2 കന്യാസ്ത്രീകൾ കൊണ്ടുപോയത് മുഴുവൻ ക്രിസ്ത്യൻ കുട്ടികളെയാണ്. എന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തത്. ഇനിയും ഇതൊന്നുമല്ല, അച്ഛൻ ഇപ്പൊ ഏതെങ്കിലും ഒരു മിഷൻ ഫീൽഡ് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അച്ഛനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഒരുത്തൻ വന്ന് കുറെ നാൾ അവിടെ ആരാധനയെ കൂടിയതിന് ശേഷം അവൻ സ്നാനപ്പെടാൻ തയ്യാറാകും. സ്നാനപ്പെട്ടതിന് ശേഷം അവൻ മറ്റൊരു ഏജന്റ് ആയിരിക്കും. അവൻ പറയും, എന്നോട് പറഞ്ഞ് സ്നാനപ്പെടാമെങ്കിൽ ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞ് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ചേർന്നത്, ഇപ്പം തരുന്നില്ല. തീർന്നില്ലേ? ഇത് ഇൻഡ്യൂസ്ഡ് കൺവേർഷനാണ്. സ്വാഭാവികമായിട്ട് നമുക്കെതിരെ നടപടിയെടുക്കാം. അതുകൊണ്ട് ഈ നിയമത്തിന്റെ മിസ്യൂസ് ശരിയായിട്ട് നമുക്കറിയാം. എല്ലാ സോഷ്യൽ വെൽഫെയർ മെഷീനറിയും നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് നമുക്കറിയാം, പേരൻസിന്റെയും സീനിയർ സിറ്റിസൺസിന്റെയും പ്രൊട്ടക്ഷനാണ്. പക്ഷെ പല പേരൻസും പണി കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. കാരണം ഒരുത്തനോട് ദേഷ്യമുണ്ടെങ്കിൽ മറ്റൊരു മോൻ ഇടപെട്ടാൽ നടക്കും. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നമുക്കറിയാം, അത് പലതും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടക്കാതിരിക്കാനുള്ള ഈ നിയമവും മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അത് മിസ്യൂസ് ചെയ്യുന്നതിൽ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട് എന്ന് തോന്നലൂടെ നമുക്കുണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ ദുഃഖകരം. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നടക്കുന്നുണ്ട്. നമുക്ക് അതിൽ എന്തെങ്കിലും നല്ല നടപടികൾ പ്രതീക്ഷിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള ഏത് കാര്യവും അത് ക്വാഷ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രോഹൻ ചോദിച്ചത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച്. മോനെ, യൂണിഫോം സിവിൽ കോഡിനോട് എനിക്ക് എതിർപ്പില്ല. എന്നാൽ അത് നടപ്പിലാക്കുക വളരെ പ്രയാസമാണ്. അതിന് കാരണം ഈ സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ പലരും അതില് എതിരായിട്ട് പഠിപ്പിക്കുന്നത്, അങ്ങനെ വന്നാൽ കല്യാണം നടത്തുന്നത് സർക്കാർ പള്ളി വെച്ച് നടത്താൻ പറ്റത്തില്ല, സർക്കാർ പറയുന്നിടത്തെ കൊണ്ടുപോയി നടത്താൻ പറ്റും. അതല്ല, ആചാരങ്ങളുമായി ഇതിന് യാതൊരു ബന്ധമില്ല. സിവിൽ നിയമം എന്ന് പറഞ്ഞാല് മാര്യേജ്, അഡോപ്ഷൻ, സക്സഷൻ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്വത്തിൻ്റെതായിട്ടുള്ള കൈമാറ്റം, ഇതൊക്കെയാണ് സിവിൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു സിവിൽ കോടതിയുടെ പരിധിയിൽ വരുന്നതായിട്ടുള്ള നിയമങ്ങൾ, അതാണ് സിവിൽ നിയമങ്ങളായിട്ട് വരുന്നത്. നമ്മുടെ മാര്യേജ് എന്താ? നമ്മുടെ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന വിവാഹ നിയമം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മേരി റോയ് കേസ് വന്നപ്പോൾ അതിനെതിരായിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. രാജ്യത്തെ നിയമം എന്താണോ അത് അംഗീകരിക്കുന്നവരെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. അന്നേരം യൂണിഫോം സിവിൽ കോഡ് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ മറ്റൊരു പ്രശ്നം നടപ്പിലാക്കാൻ പ്രയാസം. നടപ്പിലാക്കാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ തന്നെ പല തരത്തിലുള്ള സിവിൽ നിയമം അനുസരിച്ച് പോകുന്നവരുണ്ട്. അവർക്കൊരു യൂണിഫോം കോഡ് കൊണ്ടുവരണമല്ലോ. അതോടൊപ്പം തന്നെ മുസ്ലിംസിന്റെ നിയമങ്ങൾ അവർക്ക് യൂണിഫോമിറ്റി കൊണ്ടുവരണം. ഇത് ക്രിസ്ത്യൻസിനെ ഒട്ടും ബാധിക്കാൻ പോകുന്നില്ല. ഇത് പ്രയാസമാകുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിംസിനുമാണ്.
നമ്മൾ ഇവിടുത്തെ ഈ സെക്യുലർ ഫ്രെയിംവർക്കിലാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നിലകൊള്ളുന്നത്. നമ്മൾ പള്ളിയിൽ പോകുന്നു ആരാധിക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സെക്യുലർ ഫ്രെയിംവർക്കിലാണ്. ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തേലും സിവിൽ നിയമം വേണമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. സാറേ ഒരു കാര്യം ചോദിക്കാമോ? പറഞ്ഞാൽ സാർ. ആരാണ്? എന്റെ പേര് തോമസ്. പറഞ്ഞാൽ സാർ. നാഷണൽ കൗൺസിൽ ചർച്ചസും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നില്ല? ഈ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാതെ വെറുതെ മൈക്കിൽ കൂടെയുള്ള പ്രഭാഷണമല്ലാതെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയോ അത് ബഹുമാനപ്പെട്ട കോടതികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സാർ ചോദിച്ച വളരെ വൈഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ KCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. KCCയുടെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത്, ഇതിപ്പം പുറത്തു പോകുന്നതോടായിക്കോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ സഭകൾ തരുന്ന സബ്സ്ക്രിപ്ഷനാണ്. ഈ സഭകൾ തരുന്ന സബ്സ്ക്രിപ്ഷൻ എല്ലാം കൂടെ 2 ലക്ഷം രൂപയിൽ താഴെയാണ് ഒരു വർഷത്തെ വരുമാനം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കണമെങ്കിലുള്ള സാമ്പത്തിക ചെലവ് സാറിന് അറിയാവുന്നു. അങ്ങനെ ഒരു റിട്ടിലേക്ക് നമുക്ക് പോകാൻ സാമ്പത്തിക പ്രയാസങ്ങളാണ് സംഘടന. NCCയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, KCCയുടെ കാര്യമാണ്. KCCയെ ദോഷമായി ബാധിക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. എന്നാൽ അത് ബന്ധപ്പെട്ട സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി എത്തിക്കുന്നതിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കോവിഡ് കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ തുറന്നു തന്നു. ആരാധനാലയങ്ങൾ തുറന്നു തന്നതിന് ശേഷം ഇവിടെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന പലർക്കെതിരെയും ഫൈൻ അടിച്ചു. വിനോദ് വിക്ടർ അച്ഛൻ CSIയിൽ അച്ഛന്റെ ഇടവകയിൽ വന്ന ഓർഗനിസ്റ്റിനെതിരെ ഫൈൻ അടിച്ചു. പത്തനംതിട്ടയിൽ ഒരു പാസ്റ്ററിനെതിരെ ഫൈൻ അടിച്ചു. ഫൈൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ആദ്യം എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞ ഫൈൻ അടിച്ച രസീതിന്റെ കോപ്പി അയച്ചുതരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ നിവേദനം കൊടുത്തു. കേരളത്തിലെ മുഴുവൻ DYSPമാർക്കും സർക്കുലർ അവിടുന്ന് കൊടുത്തു. അവസാനം പത്തനംതിട്ടയിലെ ഈ പോലീസ് ഓഫീസർ എന്ന് പാസ്റ്ററുമായി സെറ്റിൽ ചെയ്ത ആ പ്രശ്നം ഒതുക്കിയത്. ആ നിലയിൽ ഇടപെടേണ്ടടുത്ത് നമ്മൾ ഇടപെടുന്നു. എന്നാൽ ഈ പറഞ്ഞ റിട്ട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് KCC ഇടപെടാത്തത്. KCCയെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മറ്റു യാതൊരു പ്രയാസവും ഇല്ല. ഈ ബന്ധപ്പെടേണ്ട അധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സഭകൾക്ക് ഇത് ചെയ്യുന്നതിന് ഒരു പ്രയാസം ഉള്ളതല്ല, സഭകൾക്ക് അത് ചെയ്യാവുന്നതുമാണ്. കാരണം സഭകളെ സംബന്ധിച്ചിടത്തോളം ആസ്തിയുണ്ട്, നമുക്കറിയാം. സാറേ ഒരു ചോദ്യം കൂടി ഇതിന്. റൈറ്റ് ടു റിലിജിയൻ എന്ന ഭരണഘടനയിലെ ആർട്ടിക്കിള്, അതിനൊരു വയലേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയലേഷൻ അനുസരിച്ച് അതിനകത്ത് KCCക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? സാറേ വയലേഷൻ അല്ല KCC കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു റിലിജിയൻ ഇസ് ദ ഗ്യാരണ്ടീഡ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 4 ക്ലിയർ ആയിട്ട് അത് പറയുന്നൊരു കാര്യമാണ്. അന്നേരം അതിനെന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി പോകുന്നതിനേക്കാളും നല്ലത് KCC എന്ന ഒരു സംഘടന പോകുന്നതല്ലേ നല്ലത്? എന്റെ ഒരു ചോദ്യം സാറിന്റെ ഈ പ്രഭാഷണം കേട്ടതോട് ഞാനത് ചോദിച്ചതേ ഉള്ളൂ. സാർ അത് വളരെ താല്പര്യത്തോട് ചോദിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ സജീവമായി പ്രതികരിക്കുന്നു, അത് തന്നെ വലിയ സന്തോഷം നൽകുന്നു. ഇങ്ങനെ പ്രതികരിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. സാറേ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 25 ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് വന്നേക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ചലഞ്ച് ചെയ്യപ്പെട്ടാൽ നമ്മൾ റിട്ട് പെറ്റീഷൻ കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആണ്. അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ, അല്ലായെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മൈനോറിറ്റി കമ്മീഷനെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയത്തെ നമ്മൾ റെഗുലറായി സമീപിക്കാറുണ്ട്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താറുമുണ്ട്. MP-മാരിലൂടെ മറ്റു ഇടപെടൽ നടത്താറുമുണ്ട്. എന്നാൽ സാർ പറഞ്ഞ ഈ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ സഭകളോട് തന്നെ ആവശ്യപ്പെടാം, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കോടതിയെ സമീപിക്കാനായിട്ട് സഭകളുടേതായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടാം. സാർ തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടണം. അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം KCCയെ പോലൊരു സംഘടന ഒരു റിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കോടതിക്ക് ഡിസ്മിസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിലും കൺസേൺഡ് പാർട്ടിക്ക് നോട്ടീസെങ്കിലും അയക്കാനായിട്ട് സാധിക്കും. സാർ അത് ചെയ്യാൻ ദൈവം കൃപയാക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്ലീസ്? ഓക്കെ, എയ്ഡൻ അല്ലേ? യെസ് സാർ. സാർ ഞാൻ ഒരു യൂത്ത് മെമ്പറാ, ഇവിടുന്ന് ബാംഗ്ലൂരിലാണ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാർ ഒരു വെരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ നമ്മുടെ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെയൊക്കെ നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുകയും നമ്മുടെ ഹൃദയത്തിനോട് ഒത്തിരി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ
നമുക്ക് മോസ്റ്റ്ലി ഞങ്ങൾ സ്റ്റുഡൻസ് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും പഠിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടും വാട്ട് വി സീ അറൌണ്ട് അസ് ഇസ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇരിക്കുന്ന ക്രൈസ്തവ മതത്തിൽ ഇല്ലാത്തവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനെയും ക്രിസ്ത്യാനിറ്റിയെയും ക്വസ്റ്റ്യൻ ചെയ്യുക എന്നാണ്. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിന്റെയും ലോയിന്റെയും ലിമിറ്റ്സിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ റിലീജനിനെ എത്രത്തോളം നമുക്ക് പ്രൊഫസ് ചെയ്യാൻ പറ്റും, അതിന്റെ ലിമിറ്റേഷൻസ് ആൻഡ് പോസിബിലിറ്റീസ് എന്തോ ആണെന്ന് സാറിന് പറയാൻ പറ്റുമോ സാർ? മോനെ, ആ ചോദ്യം നമ്മൾ ആർട്ടിക്കിൾ 25 മാത്രമായതുകൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നത്. ആർട്ടിക്കിൾ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ആണ്. ആർട്ടിക്കിൾ 27 പറയുന്നത് എന്താ, ഈ ഇതിന്റെ പേരിൽ ടാക്സ് ഒന്നും പിരിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം മുസ്ലിം രാജ്യങ്ങളിൽ ജസിയ കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ മറ്റു മതങ്ങളിൽപ്പെട്ടവർ. ആ നിലയിലുള്ളതൊന്നും ഇവിടെ പാടില്ല എന്ന് പറയുന്നു. 28 റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പറയുന്നുണ്ട്. അതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പാടില്ല. എന്നാൽ അവിടെ കൃത്യമായി പറയുന്നു മൈനോറിറ്റി മാനേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ സാധിക്കും. അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കെതിരായിട്ട് ചില വിഭാഗങ്ങൾ എതിരായിട്ട് സംസാരിക്കുന്നത്. ഇതിനെതിരായി സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോട് ഒരുമിച്ച് ഒരു ആക്ഷനിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മോനെ, ഇവരുടെ ഇടയിൽ തന്നെ കോമ്പറ്റീഷനാണ്. നിന്റെ സ്ഥാപനത്തിൽ പ്രശ്നം വന്നാൽ ആ സ്ഥാപനം ഇച്ചിരി ഡൗൺ ആകുമ്പോൾ കുട്ടികൾ എന്റെ സ്ഥാപനത്തിൽ വരുമല്ലോ. നിന്റെ സഭയ്ക്ക് എന്റെ പ്രശ്നം ഉണ്ടായില്ല, എന്റെ സഭയ്ക്ക് എന്നാ പ്രശ്നം? ഈ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 28 കൃത്യമായി പറയുന്നു, ഫ്രീഡം ഫോർ മൈനോറിറ്റി മാനേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇമ്പാർട്ട് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. മോൻ പഠിക്കുന്ന സ്ഥാപനത്തിലും അതിനുള്ള ഫ്രീഡം ഉണ്ട്. അത് ചലഞ്ച് ചെയ്താൽ കോടതിയിൽ പോയി നമുക്കത് പ്രൊട്ടക്ഷൻ മേടിക്കാവുന്നതാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ചില ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇഷ്യൂസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അതിലിടപെട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അനുകൂലമായി വിധി തന്നതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് കോടതിയെ സമീപിച്ച് ഇതുപോലെ വിധി മേടിക്കാവുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അച്ഛാ, ആ കുട്ടിയുടെ ചാറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ട്, ഞാനത് വായിക്കാം. Okay. So first question from Nancy Varghese. Sir, my question is regarding the CSI agent who was attacked by the Bajrang Dal. What do we do when the fear factor propagated by a political organization prevents laws from being followed correctly? Can this be also a reason that many Christians feel anxious in posting against cruelty happening around them? Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രം എസ്തർ മറിയം നൈനൻ. Should religious traditions be protected even if they conflict with constitutional values of gender justice? Okay. Next from Isaac Johnson. When evangelists and priests are attacked while sharing their faith, why is there often no police or legal action taken? Why doesn't the Constitution protect them in such situations? Okay. ആദ്യമായിട്ട് ആൻസി ചോദിച്ചത് CSIയിലെ അച്ഛനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സൗത്ത് കേരള ഡയോസിസിലെ ഒരു അച്ഛനാണ്. മോളെ, അത് മാത്രമല്ല, അതേ ദിവസം തന്നെ UPയിൽ ഒരു ഡേവിഡ്സൺ എന്നാന്ന് തോന്നുന്നു ആ പാസ്റ്ററുടെ പേര്, അദ്ദേഹത്തെ മകനെ അറസ്റ്റ് ചെയ്ത്. അങ്ങനെ പലയിടത്തും ഉണ്ടാകുന്നു. ഒരു വലിയ സമൂഹം വളരെ അക്രമാസക്തരായി മാറുകയാണ്. ഇവിടെ ഇതിനെതിരെ തീർത്തു പറയാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും തീർത്തു പറയണം. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമുക്ക് ഓപ്പൺ ആയിട്ട് പറയണം, ഞങ്ങൾ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുന്നില്ല, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ, ഇപ്പം തന്നെ ഞാൻ ഈ ക്രിസ്ത്യൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ നീതി നിഷേധം സംഭവിക്കുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വരാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെ മൗലികവാദി എന്നും പറഞ്ഞ് വിമർശിക്കാറുണ്ട്.